ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായെങ്കിലും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ല എന്നാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെ ഡൽഹി മന്ത്രിസഭയിലെ അംഗമായ ആതിഷി പറഞ്ഞത് ജയിലിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ഭരിക്കും എന്നതാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ല എന്നതാണ്. പക്ഷേ ഇതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ ജയിൽ മാനുവൽ പ്രകാരം ഒരാൾ അറസ്റ്റിലായാൽ, അതായത് മുഖ്യമന്ത്രി എങ്ങാനുമൊക്കെ അറസ്റ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുന്നതിന് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ഫയലുകളും മറ്റും ഒപ്പിടുന്നതിനുള്ള അനുമതി അല്ലെങ്കിൽ അവകാശം, നിയമപരമായ അവകാശം ജയിൽ മാനുവൽ പ്രകാരം ഇല്ല എന്നാണ് ഈ നിയമവിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ലാലു പ്രസാദ് യാദവ് അറസ്റ്റിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു. അതുപോലെ തന്നെ ഹേമന്ത് സോറൻ അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തിന് പകരം ഒരു മുഖ്യമന്ത്രിയെ ജാർഖണ്ഡിൽ തെരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിന് മാറേണ്ടി വന്നാൽ പിന്നെ ആരായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന്, ഡൽഹിയിലെ മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിഷി മെർലിനയുടെ പേരാണ് അതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഡൽഹിയിൽ നിലവിൽ മന്ത്രിസഭയിൽ ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആതിഷിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തയാണ് ആതിഷി. അതുകൊണ്ട് ആതിഷിയുടെ പേരിനാണ് മുൻതൂക്കം. ഇതിനു പുറമെ ഡൽഹി ആരോഗ്യമന്ത്രി സൗരവ് ഭരദ്വാജിന്റെ പേരും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും ആം ആദ്മി പാർട്ടി എടുക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സർപ്രൈസ് കാൻഡിഡേറ്റായി മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഒരു പേര് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുടെ പേരാണ്. കാരണം സുനിത കെജ്രിവാളിന്റെ പേരാണ്. കാരണം നേരത്തെ അവർ കേന്ദ്ര സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്നു. പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ മിക്ക ഈ നിർണായകമായ രാഷ്ട്രീയ യോഗങ്ങളിലൊക്കെ ചർച്ചകളിലൊക്കെ അവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് വളരെ നിർണായകമായിരിക്കും. അതിൽ അവരെന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ ഒരാൾക്ക് മുഖ്യമന്ത്രി അറസ്റ്റിലായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിന് ജയിലിലിരുന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളാണ്, നിയമപരമായ ബുദ്ധിമുട്ടുകളാണ് ഈ നിയമവിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചില്ല എങ്കിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നൊരാവശ്യം BJP മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്.